പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദമാം ടു ജുബൈൽ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ദമാമിൽ നിന്ന് ജുബൈലിലേക്കുള്ള യാത്രയുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് കണ്ടോ, നല്ല ഭംഗിയില്ലേ പുറത്തൊക്കെ കാണാനായിട്ട്, മരങ്ങളും എല്ലാമായിട്ട് മരുഭൂമിയും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എപ്പോഴും നമ്മൾ റാസ്തനൂർ ബീച്ചിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേറൊരു ബീച്ചിലായിരുന്നു പോയത്. അതിൻ്റെ പേരെനിക്ക് കൃത്യം അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. നമ്മൾ അടിച്ച് പൊളിച്ച് തിരിച്ച് വന്നു. അപ്പോൾ അങ്ങോട്ട് പോയതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പുകളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈ ഫോൺ ഷേക്കിങ് ആവുമോ, എല്ലാം കൂടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഷേക്കിങ് ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഈ വീഡിയോ എങ്ങനെ ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചും പാർക്കും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ബോട്ടിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ് അവിടെ നിന്ന് കണ്ടു. ബോട്ടിങ്ങിൽ കയറണം എന്നുള്ള ഇതിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങിന് കയറണമെങ്കിൽ പൈസയൊക്കെ എത്രയാണ് എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ 2 വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ വഴി കൂടെ കയറുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി ഇപ്പുറത്ത് ഞാൻ കയറുന്ന വഴിയല്ലാതെ ഇപ്പുറത്ത് വേറൊരു വഴി, അതുവഴി കൂടെ കയറി പോകുന്നു. കാണിച്ചു തരാമേ. ഞാൻ വിചാരിച്ചു ഈ വഴി കൂടെ പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും കൂടി ഇപ്പുറത്തെ വഴി കൂടെ കയറി പോകുന്നു. എന്നാണ് മനസ്സിലായത് ആ വഴി കൂടെ കയറുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആയിരുന്നു കൂടുതലും ബോട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും അപ്പോൾ അല്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പറയാം, അമ്മ എൻ്റെ പോസ് നോക്കിയാണല്ലേ എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ ബോട്ടിൽ കയറി. അമ്മയെല്ലാം വെള്ളം വീഴും. നമ്മുടെ പുതിയ ചുരിദാറൊക്കെ വെള്ളത്തിന് തരുന്നു. പപ്പയുടെ കഴുത്തിൽ വെള്ളം വീഴുന്നു. വെള്ളം വീഴും. ഞങ്ങളിരിക്കുന്നിടത്തൊന്നും അത്രയും വെള്ളം വീഴത്തില്ല. പക്ഷെങ്കിൽ അവർക്കതറിയത്തില്ലായിരുന്നു. അവരവിടെ തണലൊക്കെ കിട്ടി അവരിവിടെ ചെന്നിരുന്നതാണ്. പക്ഷെ ദേഹത്ത് മൊത്തവും വെള്ളം വീണെന്ന് ഒരു പരിവായി വെള്ളം വീണിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറേ കടലിലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഫ്ലാഗ് കിടന്ന് ഇങ്ങനെ ആടുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഫുള്ള് ഫോട്ടോ എടുക്കായിരുന്നു. എന്നിട്ട് അമ്മ അവിടെ വന്നിട്ട് പറയാം, യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കോ എന്നവിടെ അമ്മയോട് എന്ത് പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുക ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എന്താ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എൻ്റെ മുടി കാരണം എൻ്റെ മുഖം അങ്ങോട്ട് കാണുന്നില്ലെന്നേ, ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ മുടി കാരണം കാണുന്നില്ല അച്ചാച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അച്ചാച്ചനെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചൊക്കെ ഇറങ്ങാനുള്ള സമയമായി. ഇപ്പം നമ്മൾ ഈ ബോട്ടിനകത്ത് നമ്മൾ പകുതിയായപ്പോൾ നമ്മളെ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി കൊടുക്കണമായിരുന്നു. പിന്നെ 2 ഫോൺ നമ്പർ വേണമായിരുന്നു തോന്നുന്നു. ഫോൺ നമ്പറും എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങി നമ്മൾ അവിടെ തന്നെയുള്ളൊരു പാർക്കിൽ വന്നു. ഗൈസ്, ഇത് ഞാൻ ഒന്ന് പിടിച്ച് നിൽക്കിയപ്പോഴത്തേക്ക് ഈ സാറ്റർഡേ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കി. ഞാൻ പിന്നെ ഇത് കളയാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നില്ലെന്നേ. എന്നിട്ട് ഇതൊരു വെറൈറ്റി ഊഞ്ഞാലല്ലേ, നാളിലൊന്നും ഇങ്ങനത്തെ ഊഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഊഞ്ഞാലിലൊക്കെ കയറി കുറച്ച് നേരം നാടിയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരു മാളിൽ പോയി. അവിടെ അടുത്ത് തന്നെ ഒരു മാളുണ്ടായിരുന്നു. മാളിൽ പോയി. ഗൈസ്, എൻ്റെ പൊന്നെ, ഞങ്ങളവിടെ മാളിൽ പോയപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ ഡോറുണ്ട്. അതെനിക്ക് തുറക്കാൻ അറിയായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് തുറക്കാൻ അറിയാം. പക്ഷേങ്കിൽ അകത്തുനിന്ന് തുറക്കാൻ വന്നപ്പോൾ ഞാനും അമ്മയും കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് തുറക്കുന്നില്ല. അവസാനം എന്തൊക്കെയോ ചെയ്തത് തുറന്നു. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.